സാധാരണഗതിയിൽ പെർ സെൻറ്റിന് 5 ലക്ഷം 6 ലക്ഷം റേറ്റുള്ളിടത്ത് അതിലും പകുതിയിൽ താഴെ വിലയ്ക്ക് നിങ്ങൾക്ക് ഈ കാണുന്ന റോഡരികത്തുള്ള പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും. ടോട്ടലായിട്ട് 66 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് വന്നിട്ട് ബാക്കിലോട്ട് വന്നിട്ട് നമുക്ക് ഇത്തിരി ഒന്ന് തിട്ടപ്പുറമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പിൻവശത്തായിട്ട് അവിടെയായിട്ട് നമുക്കൊരു 2 BHK വീടടക്കമാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം. തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് നരുവാമൂട് ജംഗ്ഷൻ വന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ട് മുക്കാമ്പാലമൂട് പോകുന്ന വഴി, മുക്കാമ്പാലമൂട് ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇടതുവശത്തായിട്ട് ഒരു 200-300 മീറ്റർ മുന്നേ ആയിട്ട് തന്നെ ഇടതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ഇനി അതല്ല ബാലരാപുരത്ത് നിന്നൊക്കെ വരുവാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ മുക്കാമ്പാലമൂട് ജംഗ്ഷനിൽ വന്നിട്ട് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരാം. ഇനി അത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വരുമ്പോൾ NH വഴി വെടിവച്ചാങ്കോവിൽ കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത് ഇടത്തോട്ടൊരു ജംഗ്ഷനുണ്ട്, മുടവൂർപ്പാറ ജംഗ്ഷൻ. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാലും മുക്കാമ്പാലമൂട് ജംഗ്ഷനിൽ വന്ന് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയായി. ഇതുപോലെ നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ഉള്ള പ്രോപ്പർട്ടിയാണ്. മൊത്തത്തിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഗോഡൗണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞുമായിട്ട് കണക്ട് ചെയ്ത് റെയിൽവേ ലിങ്ക് വരുന്നതെല്ലാം ബാലരാപുരം ബേസ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിംഗ് റോഡും നമ്മുടെ ബാലരാപുരത്തിനടുത്തൂടെ കടന്നു പോകുന്നുണ്ട്. ഇതുപോലെ നല്ല റോഡ് ആക്സസ് ഉള്ള പ്രോപ്പർട്ടി ആകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പർപ്പസിനൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ റോഡ് ഫ്രണ്ടേജ് വരുന്നത് മെയിൻ റോഡിൽ നിന്ന് നമുക്കതായി ഒരു കെട്ടിടം ഇരിക്കുന്നില്ലേ, അതുകൊണ്ടാണ് നമ്മുടെ ഫ്രണ്ടേജ് വരുന്നത്. ഇതിങ്ങനെ കയറി ഞാൻ ഇതിൻ്റെ ഒരു സ്കെച്ച് ആഡ് ചെയ്തേക്കെ. ഇതിങ്ങനെ പിന്നിലേക്ക് പോയി അവിടെ നിന്ന് പിന്നെ ഒരു L ഷേപ്പിൽ ബാക്കിലേക്ക് പോകും. നമുക്ക് മേളിലായിട്ടൊരു പഴയ വീടുണ്ട്. ആ വീടിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കെ. അത് ഫുള്ളായിട്ട് ഇപ്പോൾ അടച്ചിട്ടിരിക്കുവാണ്. പക്ഷേ നമുക്ക് താമസയോഗ്യമാക്കി എടുക്കാവുന്ന വീടാണ്. സപ്പോസ് ഇപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഗോഡൗൺ അങ്ങനെ എന്തെങ്കിലും ആണ് അതിൻ്റെ പണിക്കാരെയൊക്കെ താമസിപ്പിക്കണമെന്നുണ്ടെങ്കിലും ആ വീട് പ്രയോജനപ്പെടുത്താം. അപ്പോൾ പിൻവശത്തേക്ക് നമുക്കൊന്ന് ഇടിച്ചിറക്കി കൂടുതലായിട്ട് പ്ലോട്ട് പ്രയോജനപ്പെടുത്തി എടുക്കാൻ സാധിക്കും. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 2.5 ലക്ഷം രൂപയാണ്. ഇവിടുത്തെ റേറ്റ് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. പെർ സെൻറ്റ് നമുക്ക് റോഡ് അരികത്താണെന്നുണ്ടെങ്കിൽ 6 ലക്ഷം 7 ലക്ഷം രൂപ, 5 സെൻറ്റ് 7 സെൻറ്റൊക്കെ ആയിട്ട് വാങ്ങാൻ പോയാൽ ഈ പറഞ്ഞ വിലയ്ക്കും കിട്ടത്തില്ല. അതിന് നല്ല രീതിയിൽ റേറ്റ് കൂടും. പക്ഷേ ഇത് ടോട്ടൽ 66 സെൻറ്റ്. ബാക്കിലേക്ക് ഇത്തിരി ഒന്ന് തിട്ടപ്പുറം ആയതുകൊണ്ടാണ് ഈ ഒരു വിലക്കുറവ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ നല്ല ലെവലാണ് കണ്ടോ. ഈ ഭാഗം നോക്കുകയാണെങ്കിൽ ഒത്തിരിയധികം വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലേക്ക് ഒരു തട്ടിടിച്ചിറക്കിയിട്ട് ബാക്കിയുള്ള കെട്ടിടങ്ങൾ ബാക്കിലോട്ടൊക്കെ ചെയ്തെടുക്കാനും സാധിക്കും. ആ രീതിയിലൊക്കെ ഐഡിയ ഉള്ളവർക്ക് പറ്റിയൊരു സംഭവമാണ്. പിൻവശത്ത് ഇപ്പം നിറയെ ഈ മാഞ്ചിയം പൊടിച്ചിരിക്കുവാണ് കണ്ടോ. അതുകൊണ്ടാണ് നമുക്ക് ആ പ്ലോട്ടിൻ്റെ ഭംഗി ഫുള്ളായിട്ട് അറിയാൻ പറ്റാത്തത്. ഈ മരങ്ങളെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ബാക്കിലോട്ട് എത്രത്തോളം നീറ്റാണെന്നുള്ളത് അറിയാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 2.5 ലക്ഷം രൂപയാണ്. ഇത് മുക്കാമ്പാലമൂട് ജംഗ്ഷനാണ്. നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുടവൂർപ്പാറ ചെന്ന് കയറാം. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ എരുത്താവൂർ പോയി ആ രീതിയിൽ ബാലരാപുരം പോകാം. അങ്ങനെയാണ് നമുക്കിവിടെ നിന്ന് ആക്സസ് വരുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് നരുവാമൂട് പോയി അവിടെ നിന്ന് പ്രാവച്ചമ്പലം പോകുന്ന റോഡാണ്. ഈ റോഡിൻ കരയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. പിന്നെ നമ്മുടെ റിംഗ് റോഡിൻ്റെ അലൈൻമെൻറ്റ് വരുമ്പോഴത്തേക്കും ഈ ഒരു ജംഗ്ഷനിൽ ഇൻ്റർ ജംഗ്ഷൻ വരാനാണ് ആ രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ റിംഗ് റോഡിൽ നിന്ന് വളരെ അടുത്തായിട്ട് ഒരു 300-400 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മുടെ പ്രോപ്പർട്ടി വരുന്നുണ്ടാവും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ പറഞ്ഞ പർപ്പസ് ഒരു കണ്ടെയ്നർ ആക്സസോ അല്ലെങ്കിൽ ഗോഡൗണോ അങ്ങനെ എന്തെങ്കിലും പർപ്പസുകൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്ലോട്ടാണ്.